Next method is iteration method. Next is iteration method. So to find ഇതിനെ നമ്മൾ iteration method അല്ലെങ്കിൽ successive approximation method എന്നും പറയും. Iteration method or successive approximation method. So to find the roots of equation f of x equal to 0 using successive approximation. ഈ മെത്തേഡിൽ പറയുന്നതാണ് successive approximation. അപ്പോൾ f of x equal to 0 യുടെ റൂട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ f of x equal to 0 യെ x equal to phi of x എന്നുള്ള ഫോമിലാക്കണം. f of x നെ x equal to phi of x എന്നുള്ള ഫോമിലാക്കണം. Then the roots of equation 1 are the same as the points of intersection of straight line y is equal to x and the curve representing y is equal to phi of x. അപ്പോൾ ഈ റൂട്ട്സ് എന്ന് പറയുന്നത് point of intersection of curve y is equal to phi of x and line y is equal to x. Y is equal to phi of x ന്റെ y equal to x ന്റെ point of intersection ആയിരിക്കും റൂട്ട്. ഗ്രാഫിക്കലി പറയുവാണെങ്കിൽ x ഇത് x0 point x1 so ഇവിടെ എന്താ ചെയ്യേണ്ടത് now x equal to x0 is the initial approximation നമ്മൾ ഇതിലെ initial approximation x equal to x0 അതാണ് initial approximation. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എങ്ങനെ കിട്ടും? ഫസ്റ്റ് അപ്രോക്സിമേഷൻ വിൽ ബി x1 is equal to phi of x0. ഇനി അത് കഴിഞ്ഞ് അടുത്ത അപ്രോക്സിമേഷൻ സെക്കൻഡ് അപ്രോക്സിമേഷൻ വിൽ ബി x2 is equal to phi of x1. ഇങ്ങനെയാണ് ചെയ്യുന്നത്. Graphically നോക്കാം. y equal to x, y equal to phi of x, x0 x1 the x2 ഇവിടെ x2 this is x0 now this is x2 so ഞാൻ x2 ലോട്ട് വന്ന് ഇനി x2 ൽ നിന്നും x3 ലോട്ട് വരും. ഇങ്ങനെയാണ് അപ്രോക്സിമേഷൻസ് പോകുന്നത്. അപ്പോൾ നമ്മൾ x equal to x0, x1 is equal to phi of x0. അപ്പോൾ x equal to x0 എന്ന് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എടുത്തിട്ട് ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 equal to phi of x0 കണ്ടുപിടിക്കും. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ x2 is equal to phi of x1.
അങ്ങനെ നമ്മുടെ ഇക്വേഷൻ വരും xn is equal to phi of xn minus 1. ഇതാണ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ. xn is equal to phi of xn minus 1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ x0 x1 പോലെ ആദ്യം നമ്മൾ റെഗുലർ പോളിസിയിൽ ചെയ്ത പോലെ റൂട്ട് വരുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. രണ്ട് പോയിന്റ്സിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് രണ്ടും നെഗറ്റീവ് സൈൻ ആണ് ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നതെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു ലിമിറ്റിനെ നമ്മൾ x0 ആക്കി എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഐട്രേഷൻ മെത്തേഡ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സിമ്പിൾ ആണ്. Find a real root of the equation cos x is equal to 3x minus 1. Correct 3 decimal places using iteration method. അപ്പോൾ ഇതിൽ f of x എന്താ? cos x minus 3x plus 1 equal to 0. ഇതാണ് f of x. ഇനി ഇതിൽ f of 0 എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയൻസി തന്നെ ചെയ്യണം. എത്ര വരും? cos of 0 minus 3 into 0 plus 1 2 എന്ന് കിട്ടും. ഇനി f of pi by 2 ചെയ്ത് നോക്കാം. f of pi by 2 will be cos pi by 2 minus 3 into pi by 2 plus 1, that is minus 3.7124. അപ്പോൾ നമുക്ക് പറയാം root lies between 0 and pi by 2. Root lies between 0 and pi by 2. ഇനി നമുക്ക് x equal to phi of x എന്നുള്ള x equal to ഇതിനെ എങ്ങനെ എഴുതാം? x equal to 1 by 3 into cos x plus 1. അതാണ് phi of x. x equal to phi of x എന്നുള്ള ഫോമിൽ f of x നെ എഴുതണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം x equal to 1 by 3 cos x plus 1. അപ്പോൾ x0 is equal to 0. എങ്കിൽ സക്സസീവ് അപ്രോക്സിമേഷൻസ് എങ്ങനെയാ? സക്സസീവ് അപ്രോക്സിമേഷൻസ് are x1 equal to phi of x0, that is 1 by 3 into cos 0 plus 1. 0.6667. x1 എന്ന് പറയുന്നത് 0.6667. നമുക്ക് വേണ്ട ആക്യുറസിയിൽ റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. Now next, അപ്പോൾ ഇത് x2 കണ്ടുപിടിക്കാം. That is phi of x1. It is 1 by 3 into cos of 0.6667 plus 1. 0.5953. Now x3 is equal to phi of x2, that is 1 by 3 into cos of 0.5953 plus 5953 plus 1. എത്ര വരും? 0.6093. 0.6093. Now x4 is equal to phi of x3, that is 1 by 3 into cos of 0.6093 plus 1. 0.6067. x5 is equal to phi of x4, that is 1 by 3 into cos of 0.6067 plus 1. 0.6072. 0.6072. Now S6 is equal to phi of x5 is equal to 1 by 3 into cos of 0.6072 plus 1.
It is 0.6071. Correct to 3 decimal place എന്ന് പറഞ്ഞു. ഇവിടെ 0.607, ഇവിടെയും 0.607. Therefore, the root is 0.607. Correct to 3 decimal places. 3 decimal places ലോട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ 0.607 is the root. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x equal to എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് വരുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. റൂട്ട് വരുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. ആ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് പല വാല്യൂസ് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈൻ കിട്ടുന്നത് എപ്പോഴാണോ അതായിരിക്കും റേഞ്ച് വരിക. അപ്പൊ ഇവിടെ 0യും π/2 വന്നത്. അതിനുശേഷം തന്നിരിക്കുന്ന f of x equal to എന്നാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ x equal to phi of x എന്നുള്ള ഫോമിൽ ആക്കാം. എന്നിട്ട് നമ്മളിപ്പോ f of 0 എടുത്തപ്പം 2ഉം f of π/2 എടുത്തപ്പം -3.7124 അങ്ങനെയാണ് കിട്ടിയത്. ഇവിടെ x0 is equal to 0 എന്ന് ഫിക്സ് ചെയ്യാൻ കാര്യം നിങ്ങൾ നോക്കണം. f of 0 2ഉം f of π/2 -3.1724. നമുക്കറിയാം if f of x is a root, if x is a root, f of x 0 ആയിരിക്കും. x റൂട്ട് ആണെങ്കിൽ f of x 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ 2 ആണോ -3.7124 ആണോ റൂട്ടിന് അടുത്തോട്ട് കിടക്കുന്നത്? 2 ആണ് -3.7124 ആണ് റൂട്ടിന് ക്ലോസർ, 0യ്ക്ക് ക്ലോസർ എന്ന് നോക്കുക. ഈ ഫംഗ്ഷൻ വാല്യൂ 2 ആണ് 0യ്ക്ക് ക്ലോസർ ആയിട്ടുള്ളത്. ഇപ്പൊ x റൂട്ട് ആണെന്നുണ്ടെങ്കിൽ f of x ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പൊ റൂട്ടിനോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ 0 ആണ് ഇവിടെ. കാരണം എന്താ? f of 0 2ഉം f of π/2 എടുക്കുമ്പോൾ -3.7124. അതുകൊണ്ടാണ് നമ്മൾ x നോട്ട് 0 ആണെന്ന് പറഞ്ഞെടുത്ത് ചെയ്തത്. തിരിച്ചായിരുന്നെങ്കിൽ സപ്പോസ് π/2 ഫംഗ്ഷൻ വാല്യൂ ആയിരുന്നു 0യ്ക്ക് ക്ലോസർ എങ്കിൽ അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ π/2 വെച്ച് സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ല. അപ്പൊ ഐട്രേഷൻ കൂടുതൽ വരും. അതാണ് അതിന്റെ ഡിഫറൻസ്. π/2 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നമ്പർ ഓഫ് ഐട്രേഷൻസ് കൂടുതലായി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് ഐട്രേഷൻസിൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. Now let us do one more problem. Using iteration method, find root of the equation x cube plus x square plus 1 equal to minus 1 equal to 0. Correct to 4 decimal places. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം f of x. Question is using iteration method find a root of the equation x cube plus x square minus 1 equal to 0. Correct to 4 decimal places. So f of x is equal to x cube plus x square minus 1 equal to 0. ഇതിലെ f of 0 എടുക്കുമ്പോൾ എന്താ വരും? 0 plus 0 minus 1, that is minus 1. f of 1 ചെയ്യുമ്പോഴോ 1 plus 1 minus 1, 1. Therefore, root lies between 0 and 1. ഇവിടെ ഏതെടുത്താലും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് -1ഉം ഇതിന് 1ഉം ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? x നോട്ട് 0 ആയിട്ട് എടുക്കാം. ഇനി ഇതിൽ നമുക്ക് x equal to phi of x എങ്ങനെ എഴുതണം? x will be equal to x plus 1 raised to minus 1/2. x equal to x plus 1 raised to minus 1/2 Newton. That is phi of x. Now let us start the iteration. x1 is equal to phi of x naught, that is 0 plus 1 raised to minus 1/2. Answer 1. x2 is equal to phi of x1, that is 1 plus 1 raised to minus 1/2.
0.7071. x3 is equal to phi of x2 is equal to 0.7071 plus 1 raised to minus 1 by 2. 0.76537. 0.76537. 5 decimal place വരെ എടുത്തിട്ട് ലാസ്റ്റ് റൗണ്ട് ചെയ്താൽ മതി. x4 is equal to phi of x3, that is 0.76537 plus 1 raised to minus 1 by 2. അപ്പോൾ x4 0.75263 എന്ന് കിട്ടും. 0.75263. x5 will be phi of x4, that is 0.75263 plus 1 raised to minus 1 by 2. So x5 will be 0.75536. 0.75536. S6 is equal to phi of x5, that is 0.75536 plus 1 raised to minus 1 by 2. 0.75477. 0.75477. x7 is equal to phi of x6, that is 0.75477 plus 1 the whole raised to minus 1 by 2. 0.7549. Now x8 is equal to phi of x7, that is 0.7549 plus 1 the whole raised to minus 1 by 2. 0.75487. അപ്പോൾ ഇത് 0.7549, ഇത് റൗണ്ട് ചെയ്താലും 0.7549. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? The root is 0.7549 correct to 4 decimal places. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x equal to എടുത്ത് എഴുതുക. അത് ഏത് റേഞ്ചിൽ വരുമെന്ന് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ x ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് അടുത്തടുത്ത വാല്യൂസിനാണ് ഓപ്പോസിറ്റ് സൈൻസ് വരുന്നത്, അപ്പോൾ ആ റേഞ്ചിലായിരിക്കും റൂട്ട് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 0 1 ഇട്ടപ്പോൾ രണ്ടിനും ഫംഗ്ഷൻ വാല്യൂസ് എടുത്തപ്പോൾ ഓപ്പോസിറ്റ് സൈനിൽ വന്നു. therefore റൂട്ട് ലൈസ് between 0 and 1. ഇനി f of x നെ x equal to phi of x എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ x equal to x plus 1 raised to minus 2 എന്ന് കിട്ടും, which is phi of x. അപ്പോൾ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ഇവിടെ -1 ഉം 1 ഉം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ 0 എടുത്ത് സ്റ്റാർട്ട് ചെയ്താലും 1 എടുത്ത് സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ല. ഇവിടെ 1 എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു ഐറ്ററേഷൻ ചിലപ്പോൾ കുറഞ്ഞു കിട്ടിയേനെ. കാരണം നമുക്ക് x1 വീണ്ടും 1 എന്ന് വന്നു. അത് പ്രശ്നമില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഏതിന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് ഇക്വി ഡിസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ 0 എന്ന് തുടങ്ങിയേ ഉള്ളൂ. സോ x0 0 എന്ന് പറഞ്ഞെടുത്ത് x1 കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ xn is equal to phi of xn minus 1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യും. ആ ഫോർമുലയും കൂടെ നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം xn is equal to phi of xn minus 1 അത് വെച്ചിട്ടാണ് ഐറ്ററേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ x not equal to 0 അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. x1 equal to x phi of x not എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് 4 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ 5 ഡെസിമൽ പ്ലേസ് വരെ കണ്ടുപിടിച്ചിട്ട് സക്സസീവ് ആയിട്ടുള്ള ഐറ്ററേഷനിൽ ഒരുപോലെ റൗണ്ട് ചെയ്ത് വരുന്ന എവിടെയാണ് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഐറ്ററേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ട്രാൻസെൻഡന്റൽ ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്.